NM വിജയന്റെ ആത്മഹത്യ അന്വേഷണ ഉദ്യോഗസ്ഥനായി ബത്തേരി ഡിവൈഎസ്പി തന്നെ തുടരും. വയനാട് എസ്പിക്കാണ് ഏകോപന ചുമതല. അന്വേഷണ സംഘത്തിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ഭാഗമാകും. അർജുൻ PS ചേരുന്നു. അർജുൻ, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ IC ബാലകൃഷ്ണൻ അടക്കം കോടതി ജാമ്യം നൽകിയത്. അന്ന് പ്രോസിക്യൂഷൻ ഈ കോടതിയിൽ പറഞ്ഞത് ക്രൈംബ്രാഞ്ച് ഇനി ഈ കേസ് അന്വേഷിക്കുമെന്നായിരുന്നു. പക്ഷേ ഇന്ന് നേരെ ഡിവൈഎസ്പിക്ക് തന്നെ ചുമതല നൽകിയിരിക്കുന്നു. ഈ കേസ് അന്വേഷിക്കുന്നത് ബത്തേരി ഡിവൈഎസ്പി തന്നെ ആയിരിക്കും. അതിന്റെ ഏകോപന ചുമതല എസ്പിക്കായിരിക്കും, അതായത് ജില്ലാ എസ്പിക്കായിരിക്കും അതിന്റെ ഏകോപന ചുമതല എന്നും പറയുന്നു. ഈ ക്രൈംബ്രാഞ്ച് സംഘം ഇതിന്റെ ഭാഗം മാത്രം ആവുകയാണ്. അതായത് ഡിവൈഎസ്പിയുടെ കൂടെ ചേർന്ന് അന്വേഷണം നടത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡിവൈഎസ്പിക്ക് തന്നെ ആയിരിക്കും അന്വേഷണ ചുമതലയും ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഇനി അന്വേഷണം മുന്നോട്ട് പോവുക എന്നുള്ളത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കാരണം ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ അതിനുള്ള അധികാരം ഉണ്ടാകില്ല. അധികാരം ഈ ഡിവൈഎസ്പിക്കായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ഈ കേസിനെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആക്ഷേപം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്തായിരിക്കും സർക്കാരിന്റെ നീക്കം എന്നുള്ളതാണ് ഏറെ പ്രധാനമായിട്ടുള്ളത്. സർക്കാർ എന്തുകൊണ്ടാണ് ഡിവൈഎസ്പിക്ക് തന്നെ അന്വേഷണ ചുമതല നൽകിയത്? ക്രൈംബ്രാഞ്ചിന് ചുമതല നൽകുമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടും എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ചിന് ചുമതല നൽകിയില്ല എന്നുള്ളതടക്കമുള്ള ചോദ്യങ്ങളായിരിക്കും ഇനി ഉയർന്നു വരിക. എന്തിനാൽ തന്നെയും ഈ കേസിന്റെ മറ്റൊരു വഴിയിൽ കൂടി അന്വേഷണം നീങ്ങുന്നുണ്ട്. അതായത് ഈ ബാങ്കുകൾ സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോഴും നീങ്ങുന്നുണ്ട്. വിജിലൻസ് ആണ് ഈ ബാങ്കിലെ വിഷയങ്ങൾ അന്വേഷിക്കുന്നത്. അതായത് സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ അന്വേഷിക്കുന്നത്. 13ഓളം ബാങ്കുകൾ ഇവർ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രോഹിണി. ശരി, അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.